നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിലാണ്. അവിടുത്തെ ചില കൃഷിക്കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ എത്തിയതാണ്. നമുക്കൊന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ടെറസിൽ പ്രധാനമായിട്ട് കൃഷി എന്ന് പറയാൻ വഴുതനയാണുള്ളത്. വഴുതന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15 ഗ്രോ ബാഗിലായിട്ടാണ് വഴുതന നട്ടിരിക്കുന്നത്. ഇത് തനി നാടനമല്ല നട്ടേക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്തുകളാണ്. അതായത് ഗ്രോ ബാഗിലേക്ക് നടാൻ പറ്റിയ അധികം പൊക്കം വരാത്ത ടൈപ്പാണ്, ബുഷ് ടൈപ്പാണ്. പക്ഷെ സൈഡിലോട്ടെല്ലാം നന്നായിട്ട് ചില്ലകളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല വിളവും കിട്ടുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തക്കാളി ഉണ്ടായി നിൽക്കുന്ന പോലെയാണ് ഈ വഴുതന. അതിന്റെ ഷേപ്പ് ഏതാണ്ട് അത് തന്നെയാണ്. അപ്പൊ ഞാൻ മൊത്തം 2 ടൈപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർമൽ, ഇന്ന് രാവിലെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ടാണ്. വയലറ്റ് ടൈപ്പാണ്. പക്ഷെ ഒരുപാട് വലിപ്പത്തിലുള്ള കായൊന്നുമല്ല. എണ്ണം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തക്കാളിയുടെ ഷേപ്പുള്ള വഴുതന, അതായത് ഉണ്ട വഴുതനയാണ്. നമ്മുടെ നാടൻ നീളം വഴുതനയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് സീഡ് കൂടുതലാണ്, അരികൾ കൂടുതലാണ്. നമുക്ക് ചപ്പാത്തിക്ക് സബ്ജിയൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ, ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. മഴക്കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു ഇനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴുതനയാണ്. ഒരുപാട് ഉണ്ടായി കിട്ടും. പക്ഷെ ഇതേ മഴക്കാലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതും. പ്രത്യേകിച്ച് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് ചോട്ടിലെ വേരുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വാട്ടരോഗങ്ങളുണ്ടാകാം, ഫംഗസ് ബാധ ഉണ്ടാകാം. ഇത് കണ്ടില്ലേ, ഞാൻ ഇതെല്ലാം ഒരുപാട് അടുത്തടുത്താണ് നട്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല, അല്പം ഗ്യാപ്പ് ഇട്ട് വേണോ അത് ചെയ്യാനേ. മുമ്പ് ഞാൻ നട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാഗിലെ വഴുതനയാണെങ്കിൽ തൊട്ടടുത്ത് വെണ്ടയോ അങ്ങനെ മറ്റെന്തെങ്കിലും ആയിരുന്നു നട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്കാണ് വിത്തുകൾ പാകി കഴിഞ്ഞപ്പോൾ ഒരുപാട് തൈകളായിപ്പോയി. പിന്നെ എനിക്ക് സെറ്റ് ചെയ്ത ഗ്രോ ബാഗ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ള ഗ്രോ ബാഗിലെല്ലാം വഴുതന തൈ കണ്ടപ്പോൾ എനിക്ക് കളയാൻ തോന്നിയില്ല. അതെല്ലാം ഞാൻ കൊണ്ടുവന്ന് അങ്ങ് നട്ടു. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വിൽപ്പനയൊന്നുമില്ല, കുറേയൊക്കെ വീട്ടിലെടുക്കും, പിന്നെ ബന്ധുക്കൾക്ക് കൊടുക്കും, അയലോക്കത്ത് കൊടുക്കും. പിന്നെ നമ്മളിങ്ങനെ നടുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഫംഗസ് ബാധയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ബാക്കി ചെടിയെല്ലാം ബാധിക്കും. അപ്പോൾ നമ്മൾ വഴുതന കൂടാതെ തന്നെ ഇവിടെ പുതിയ ഗ്രോ ബാഗിലെല്ലാം കുറെ വെണ്ട നട്ടിട്ടുണ്ടേ. ഇപ്പം മഴക്കാലമാണ്, നല്ല ഫോഴ്സി മഴവെള്ളം വീണിട്ട് ഇതൊന്നും ഒടിഞ്ഞു പോകണ്ടെന്ന് വെച്ചാണ് മുകളിൽ നമ്മളൊരു പനയുടെ ഇങ്ങനെ ഓല വെട്ടി വെച്ചേക്കുന്നത് ഒരു സപ്പോർട്ടിന് വേണ്ടി. ഇതിന് മുമ്പ് നട്ട വെണ്ടയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ വിളവ് കഴിയാറാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെണ്ടയെല്ലാം കായ്ച്ചു തുടങ്ങുന്നതാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രോ ബാഗിലെല്ലാം വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് ഓൾറെഡി ഇതിൻ്റെ ചോട്ടിലെല്ലാം 1-2 ഹോളുകൾ കാണും. പക്ഷേ ആ ഹോളുകളെല്ലാം ഈ മഴയാകുമ്പോഴത്തേക്ക് അടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഈ കമ്പി വെച്ചിട്ട് 1-2 കിടുത്ത് ഇട്ട് കൊടുക്കുക. 2 സൈഡിലും, ഇവിടെ 2 ഇട്ടു, അതിൻ്റെ ബാക്ക് സൈഡിലും അതേപോലെ നമ്മൾ 2 ഹോളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊക്കെ ഇതിൽ കൂടെ അങ്ങ് ഒലിച്ചു പൊക്കോളും. ഈ താഴത്തെ ഹോളൊക്കെ മിക്കവാറും അടഞ്ഞു പോകാനാണ് സാധ്യത. മണ്ണൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് അതൊക്കെ അടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കഴിവതും എക്സ്ട്രാ 2 ഹോളും കൂടി ഇട്ട് കൊടുക്കുക 2 വശത്തും. അപ്പോൾ ഇതിനകത്ത് എത്ര മഴ വെള്ളം വീണാലും ഈ സൈഡിൽ കൂടെ ഒലിച്ചൊക്കെ പൊക്കോളും. നമ്മൾ എന്ത് നട്ടാലും അതിൻ്റെയൊക്കെ വേരുകൾ വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഡ്രെയിനേജ് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി നട്ടു നോക്കിയതാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ കിളികളൊക്കെ ഉണ്ട്. കിളിക്ക് ഇപ്പോൾ തീറ്റി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമല്ലേ, അപ്പോൾ അതിൻ്റെ സീഡൊക്കെ ഒന്നിട്ട് നട്ടു നോക്കിയതാണ് ഉണ്ടാകുമെന്ന്. പക്ഷെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗ്രോ ബാഗ് നട്ട് കഴിഞ്ഞാൽ മുതലാവത്തില്ല. ഇത് കണ്ടില്ലേ, വലിയ ടൈപ്പ് സൂര്യകാന്തിയാണ്. നമ്മുടെ മക്കാവൂനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് വലിയ വലിപ്പമുള്ള സൂര്യകാന്തിയാണ്. അപ്പോൾ അതിൻ്റെ വിത്തെടുത്ത് പാകിയതാണ്. നല്ല വലിപ്പമുള്ള, ഇപ്പോൾ ഉണങ്ങി നിൽക്കുവാണ് കേട്ടോ. ഉണങ്ങി, അതായത് വിളവ് കഴിഞ്ഞ് ഇപ്പോൾ ഉണങ്ങി, അല്പം കൂടി ഉണങ്ങി കഴിയുമ്പോൾ മഴയായിട്ടാ അല്ലെങ്കിൽ എപ്പോഴും ഉണങ്ങി കിട്ടേണ്ടതാ. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ സീഡ് എടുക്കണം നമുക്ക്. ഇപ്പോൾ നമ്മൾ സൂര്യകാന്തി നട്ട് നന്നായിട്ട് വിളവ് കിട്ടുമെന്ന് മനസ്സിലായി. ഇനി നമ്മുടെ മുകളിലുള്ള വസ്തുവിലൊക്കെ അങ്ങുഞ്ഞൊക്കെ കൊണ്ട് നടണം. ഒരുപാട് സ്ഥലം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ എല്ലാം നട്ട് കഴിഞ്ഞാലേ ഇപ്പോൾ സൂര്യകാന്തിക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ 1000-400 ആണ്. പക്ഷെ ഹോൾസെയിൽ ഒരു 150-160 കിലോയ്ക്ക് വിലയുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഒന്നുമല്ല, നമ്മുടെ കിളികൾക്കെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇത്രയും കൂടി സ്പേസ് ഇവിടെ ബാക്കിയുണ്ടേ. നമുക്കതൊക്കെ അല്പം കൂടി ഈ മഴ മാറിയിട്ടെ അല്പം വെയിലൊക്കെ ആകുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു 19 ഗ്രോ ബാഗ് കൂടെ സെറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്തെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രയും സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുക, അവിടെ കൂടി നമ്മൾ ഗ്രോ ബാഗ് വെക്കാനാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് നാട്ടിൻപുറമായിട്ട് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നതെന്ന്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വസ്തുത ഇങ്ങനെയാണ്. മൊത്തം മരങ്ങളാണ്, ചുറ്റിനും മരങ്ങൾ നിൽക്കുകയാണ്.
പിന്നെ വീടിനോട് ചേർന്നിട്ട് 2 തെങ്ങ് നിപ്പുണ്ട്. ആദ്യം വിചാരിച്ചത് വെട്ടിക്കളഞ്ഞാലൊന്നും, പക്ഷെ ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്, അത് തന്നെയല്ല നന്നായിട്ട് കായ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിർത്തിയേക്കുവാണ്. ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ മുഴുവൻ തേക്കുകളാണ് നിൽക്കുന്നത്. തേക്ക്, പിന്നെ അവിടെ ഒരു പ്ലാവ് നിപ്പുണ്ട്, പിന്നെ അങ്ങുഞ്ഞൊക്കെ ഇവിടെ റംബൂട്ടാൻ നട്ടിട്ടുണ്ട്, ഇവിടെ ആഞ്ഞിലി. ഈ തേക്ക് കൂടാതെ ഒരു 10-15 മഹാഗണി ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ വെട്ടിക്കൊടുത്തു. അതുകൂടെ നിന്നപ്പോൾ ഭയങ്കര ചൂടലായിരുന്നു. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മരങ്ങളുടെ വേരുകൾ ആ വളം മുഴുവൻ വലിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടെറസിലോട്ട് കൃഷി മാറ്റിയത്. ടെറസിൽ ഏതാണ്ട് 10-70 ഗ്രോ ബാഗുകളുണ്ട് കേട്ടോ. പിന്നെ താഴെ നമുക്ക് അല്പം സ്ഥലമുള്ളിടത്ത് നമ്മൾ അവിടെയും ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കോവലിൻ്റെ പന്തലാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് മറ്റൊരു കോവലിൻ്റെ പന്തൽ അവിടെ ഉണ്ട്, ഇത് കണ്ടില്ലേ, അവിടെ കൂടിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ പഴയ തൊഴുത്തായിരുന്നു, പശു ഉണ്ടായിരുന്നപ്പോൾ അതിനകത്തായിരുന്നു. ഇപ്പം നമ്മൾ തുണി ഉണങ്ങാനൊക്കെ ഉള്ള ഇതായിട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ വിറകൊക്കെ കൊണ്ടെടുക്കാനൊക്കെ അത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.